ഉണ്ടാവും. അപ്പോൾ ഈ സമ്പത്ത് ദേഹത്തിൻ്റെ അതൊക്കെ ആരതിലേക്ക് വിനിയോഗിക്കും? വൈശ്യൻ്റെ ആ സമ്പത്തിൻ്റെ വിനിയോഗം. ശൂദ്രന്മാർ എന്ന് പറഞ്ഞാൽ എന്നർത്ഥം എന്നറിയൂ, അവർ സേവകന്മാരാണ്. എല്ലാ ദിക്കിലും സർവീസ്. എന്താണ് എവിടെയാണ് വേണ്ടത് വെച്ചാൽ എല്ലാ ദിക്കിലും അവരുടെ സേവയില്ലെങ്കിൽ ഒരു കാര്യം നടക്കില്ല. അപ്പോൾ അവരും എല്ലാ ദിക്കിലും ഉണ്ടാവും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഭാവമുണ്ട്. അപ്പോൾ ആ ഭാവത്തിലുള്ള പ്രവൃത്തി എല്ലാവരും കൂടി ചെയ്താലേ എന്താവുള്ളൂ, ഈ സമ്പ്രദായങ്ങൾ നേരെയാവുള്ളൂ. ഇല്ലെങ്കിൽ നേരെയാവില്ല. ഒരാൾ മാത്രം, ബ്രാഹ്മണൻ മാത്രം, ക്ഷത്രിയൻ മാത്രം, വൈശ്യൻ മാത്രം, ശൂദ്രൻ മാത്രം ഉണ്ടായതുകൊണ്ട് ഒരു കാര്യം നേരെ നടക്കില്ല. നാലും കൂടി ഒരു കട്ടിലിന് എത്ര കാല് വേണം? 3 കാലുള്ള കട്ടിലിൻ്റെ മുകളിൽ കിടക്കണ കിടപ്പെന്ന് ആലോചിച്ച് നോക്കൂ. ഇല്ലേ? ഒരു കാലില്ല, ഒടിഞ്ഞു പോയി. 3 കാലേ ഉള്ളൂ. നമ്മളാ കട്ടിലിൻ്റെ മുകളിൽ കിടക്കണമുണ്ട്. നമ്മുടെ കിടപ്പ് എങ്ങനെ ഉണ്ടാവും? ശരിയല്ലേ? ഇതുപോലെ തന്നെയാണ്. ഈ 2 കാലേ ഉള്ളൂ, 2 കാലില്ല വെച്ചാലോ അതിലേറെ കേമാണ് ആ കിടപ്പ്. ഇല്ലേ? തല കാല് ആലോചിച്ച് നോക്കൂ. ആ നേരെയാവില്ല എന്നാണ് പറഞ്ഞത്. ഇനി 1 കാലുണ്ട് 3 കാലില്ലെങ്കിലോ അമ്പമ്പമ്പോ അല്ലാത്ത ജാതി. അപ്പോൾ ഒരു കട്ടിലിന് എപ്രകാരത്തിലാണോ 4 കാല്, ആ 4 കാലം എങ്ങനെ ഇരുന്നാലാണോ നേരെ ഇരുന്നാലാണോ നമുക്ക് നേരെ കിടക്കാൻ പറ്റുക, അതുപോലെ തന്നെയാണ് ഈ സമൂഹം എന്ന് പറഞ്ഞാൽ കട്ടിൽ നേരെ ഇരിക്കണമെങ്കിൽ 4 കാല് പ്രധാനമാണ്. ഏതാ പ്രധാനം എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. 4 വേണം. 4 കൂട്ടരുടെയും സംഭാവന ഉണ്ടെങ്കിലേ സമൂഹം നേരെയാവുള്ളൂ. അപ്പം ക്ഷത്രിയൻ രക്ഷകനാണ്. ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഈ യാഗങ്ങൾ യജ്ഞങ്ങളൊക്കെ നടക്കില്ലേ? യാഗങ്ങളും യജ്ഞങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഈ യാഗത്തിൻ്റെ രക്ഷകൻ ആരാന്നറിയോ? യാഗശാലയിലൊരു രക്ഷാപുരുഷൻ എന്നാണ് പറയുക. രക്ഷാപുരുഷൻ കവളപ്പാറ നായരാണ്. കവളപ്പാറ സ്വരൂപം എന്ന് കേട്ടിട്ടുണ്ടോ? കവളപ്പാറ പട്ടാമ്പി കഴിഞ്ഞ് അങ്ങനെയാണ് കൂനത്ര അങ്ങോട്ട് പോകുന്ന സമയത്ത് കവളപ്പാറ ആര്യങ്കാവ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? കവളപ്പാറ സ്വരൂപത്തിൽ മൂപ്പിൽ നായർ എന്ന് പറയും. അദ്ദേഹം രാജാവാണേ. അപ്പോൾ അദ്ദേഹമാണ് എവിടെ എന്തിനാ നിൽക്കുക? രക്ഷാപുരുഷൻ എന്ന് പറഞ്ഞ യജ്ഞശാലയിലൊരു സ്ഥാനമാണത്. എന്താണ്? യജ്ഞരക്ഷകനാണ് അദ്ദേഹം. ഓരോരുത്തർക്കും ഓരോ ചുമതലയുണ്ട് ഈ യജ്ഞത്തിന്. അങ്ങനെയുണ്ട്. ഈ നമ്മുടെ കേരളത്തിൽ എവിടെ യാഗം നടന്നാലും സോമലത എന്ന് കണ്ടു. സോമരസം സോമലതയുടെ വള്ളി പൊട്ടിച്ച് കൊണ്ടുവന്നിട്ട് അതങ്ങനെ ഇടിച്ച് പിഴിഞ്ഞിട്ട് അതിന് നീര് ഹോമിക്കും. അപ്പോൾ ഈ സോമലത കൊണ്ടുവരുന്നത് അത് ഈ നമ്മുടെ പശ്ചിമഘട്ട മലനിരകളിലൊക്കെയാണ് ഈ സോമലതയുള്ളത്. തണുപ്പ് കൂടിയ സ്ഥലത്താണ് ഉണ്ടാവുക അത്. അപ്പോൾ ഈ സോമലത കൊണ്ടുവരാൻ അവകാശം ഇറക്കാമെന്നറിയോ? കൊല്ലങ്കോട്ട് രാജാവിന്. കൊല്ലങ്കോടെന്ന് കേട്ടോ? പാലക്കാട് കൊല്ലങ്കോട് കേട്ടിട്ടില്ലേ? കൊല്ലങ്കോട്ട് രാജാവാണ് അതിൻ്റെ അവകാശം. ഓരോരുത്തർക്കും ഓരോ അവകാശമാണ്. അതിൽ യജ്ഞശാലയിൽ എന്തുണ്ട്? ഒരു മെഡിക്കൽ വിങ്. എന്താ നമ്മൾ മനസ്സിലാവില്ല ഇന്നത്തെ ഭാഷയാണ് മെഡിക്കൽ വിങ്. നമ്മളിപ്പോൾ ഏതൊരു വലിയ പരിപാടിക്ക് പുറപ്പെടുമ്പോൾ 2 ആംബുലൻസ്, ചക്രമൊന്നും ഉണ്ടാവില്ല എന്നാലും ആംബുലൻസ്, പിന്നെ 2 ഡോക്ടർമാരൊന്നും ഉണ്ടാവില്ല എന്നാലും നമ്മൾ പറയില്ല ഇങ്ങനെ ഡോക്ടർമാരുടെ അതൊക്കെ ഉണ്ടാവുന്ന ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലേ ഓരോ വലിയ പരിപാടിക്ക്. അപ്പോൾ അതുപോലെ യജ്ഞശാലയിലും ഉണ്ടാവും ഒരു മെഡിക്കൽ വിങ്, വൈദ്യസഹായം. ഈ യജ്ഞശാലയിലെ വൈദ്യസഹായി ആരാന്നറിയോ? വൈദ്യമഠം എന്ന് കേട്ടിട്ടില്ലേ? ആ യജ്ഞശാലയിലെ വൈദ്യനാണ് അദ്ദേഹം, വൈദ്യമഠം. അപ്പോൾ അന്നുണ്ട് ഓരോ സംവിധാനങ്ങൾ. ഇന്നത്തേതല്ലെങ്കിലും ഇന്നിപ്പോൾ നമ്മൾ ആയുർവേദ വൈദ്യന്മാരാവില്ലേ ഉണ്ടാവുക. പിന്നെ എന്താ ഉണ്ടാവുന്നത്? അലോപ്പതി വൈദ്യന്മാർ, ആംബുലൻസ്, സന്നാഹങ്ങൾ, പെട്ടെന്നൊരു അത്യാപത്തുണ്ടായാൽ കൊണ്ടുപോകാനും കൊണ്ടുവരാനും ചികിത്സിക്കാനും അത്യാവശ്യം കൊടുക്കേണ്ട ഈ പ്രഥമ ശുശ്രൂഷയ്ക്ക് വേണ്ടതൊക്കെ എല്ലാ സംവിധാനങ്ങളും ഉണ്ടാവില്ലേ? അതുപോലെ അന്നുണ്ടായിരുന്നു. അന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് ഇതൊക്കെയാണ് അന്നത്തെ സംവിധാനം. നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയായിരുന്നു പതിവ്. അപ്പോൾ അതുകൊണ്ട് രക്ഷാപുരുഷന്മാരായിട്ട് കുട്ടികൾ 2 പേരും രാമലക്ഷ്മണന്മാരാണ് അവിടെ ഇരുന്നത്. അവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഇദ്ദേഹം യജ്ഞത്തിന് ദീക്ഷയായിട്ട് പുറപ്പെട്ടു. ഇദ്ദേഹം ദീക്ഷയ്ക്ക് പുറപ്പെട്ട സമയത്താണ് എന്താണ്ടായിച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ദിവസം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് ഇങ്ങനെ യജ്ഞം ഗംഭീരമായിട്ട് പോകുന്നുണ്ട്. ഈ കുമാരന്മാരുണ്ടാവുകൊണ്ട് ഈ രാക്ഷസന്മാരൊന്നും വരുന്നില്ലേ. കുട്ടികൾ ചെറിയ കുട്ടികളാണെങ്കിൽ മിടുക്കന്മാരാണേ. അത് വീരശൂര പരാക്രമികളായതുകൊണ്ട് നല്ല പഠിപ്പുള്ള കുട്ടികളായതുകൊണ്ട് നന്നായി. ഇപ്പോൾ താടകയൊക്കെ കൊന്നതാരാണ്? 12 വയസ്സുള്ള കുട്ടിയാണേ. അപ്പോൾ വയസ്സൊന്നും ഒരു കണക്കല്ല. നമ്മൾ പറയാറില്ലേ വലിയ പ്രായമായിരുന്നൊക്കെ വയസ്സൊക്കെ ഒരു എന്താണ് കേവലം ഒരു സംഖ്യ മാത്രമാണ്. അതിൻ്റെ മുകളിലേക്ക് ഒന്ന് അധികം നോക്കണ്ടെന്നൊക്കെ പറയില്ലേ? നല്ല അങ്ങനെയൊക്കെ തന്നെയാണ്. അതൊന്നും വലിയ കാര്യമൊന്നുമല്ല. വയസ്സൊന്നും വലിയ കാര്യമൊന്നുമല്ല. ചിലപ്പോൾ നമുക്ക് വയസ്സനാണെന്ന് തോന്നിയാൽ 18ാമത്തെ വയസ്സിൽ നമ്മൾ അങ്ങനെ ഇരിക്കും. ഇല്ല അങ്ങനെ ഒരു തോന്നലില്ലെങ്കിൽ 90ാമത്തെ വയസ്സിൽ നമ്മൾ എന്ത് ചെയ്യും? 18ാമത്തെ വയസ്സുള്ളവൻ്റെ മാതിരി നടക്കുകയും ചെയ്യും. ഭാവമാണ് പ്രധാനം. അപ്പോൾ അതൊക്കെ ശരിയാണ്. ഇപ്പം ഇവിടെ എന്താ ചെയ്തു വെച്ചാൽ ഈ 12 വയസ്സുള്ള കുട്ടികളാണ് ഈ പണി ചെയ്തതേ. അപ്പോൾ അതുകൊണ്ട് രാക്ഷസന്മാരൊന്നും ഇങ്ങോട്ട് വരണ്ടേ ഇവിടേക്ക്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ദിവസം എന്താണ്ടായെന്നറിയോ? അങ്ങനെ ഈ വേദിയിൽ ഇങ്ങനെ യജ്ഞാഗ്നി ജ്വലിച്ച് ഹോമക്രിയ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മന്ത്രവച്ചയധാന്യായം യജ്ഞോസൗ മന്ത്രമൊക്കെ നന്നായി ചൊല്ലി യജ്ഞം ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആകാശേ ച മഹാൻ ശബ്ദ പ്രാദുരാസീൽ ഭയാനക. ആകാശത്തിൽ ഭയങ്കരമായ പേടിപ്പിക്കുന്ന ചില ശബ്ദങ്ങൾ
മേഘങ്ങളൊക്കെ പുറപ്പെട്ടു. മേഘങ്ങളൊക്കെ വന്നു കൂടിയിട്ട് ഇരുട്ട് വന്ന് മൂടിയ മാതിരിയായി. അപ്പോഴേക്ക് എന്താണ്ടായത്? ഇത് 2 പേര് രാക്ഷസന്മാർ വന്നു. ആരൊക്കെ? മാരീചശ്ച സുബാഹുശ്ച തയോരനുചരാശ്ചയേ ആഗമ്യ ഭീമസങ്കാശ രുധിരൗഘമവാസൃജൽ. ഇവരെ ഈ മാരീചൻ സുബാഹു എന്ന് പറഞ്ഞിട്ട് 2 രാക്ഷസന്മാരും അവരുടെ കൂടെയുള്ള പരിവാരങ്ങളും എല്ലാവരും കൂടി ആകാശദേശത്ത് വന്നിട്ട് എന്ത് ചെയ്തു? രുധിരൗഘം, രുധിരം, രക്തം, മാംസമൊക്കെ ഇതിലേക്ക് ഇങ്ങനെ വീഴ്ത്താൻ തുടങ്ങി. അപ്പോഴേക്ക് എന്താ വെച്ചാൽ ഒന്നും പറയണ്ട, രാമൻ ഇത് കണ്ടപ്പോഴേക്ക് ഇതിങ്ങോട്ട് കീഴ്പ്പെട്ട് വീഴുന്നതിൻ്റെ മുമ്പ് ചെയ്യണേ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, പൊട്ടിയിട്ട് പിന്നെ ചിത്രം വരച്ച് അന്വേഷിച്ചിട്ട് കാര്യമില്ലല്ലോ, പൊട്ടണതിൻ്റെ മുമ്പ് നോക്കണ്ടേ. രാമൻ എന്തേ ചെയ്തു എന്നാണെങ്കിൽ ഇതിങ്ങോട്ട് കണ്ടപ്പോൾ ലക്ഷ്മണനോട് പറഞ്ഞു, ലക്ഷ്മണ പശ്യ ലക്ഷ്മണ, ഉണ്ണി നോക്കൂട്ടി, ഉണ്ണി നോക്കൂ, കണ്ടു, നീ താൻ കണ്ടുവാ. പശ്യ ലക്ഷ്മണ, അങ്ങോട്ട് നോക്കുക മുകളിലേക്ക്. ആരാ വന്നത്? ദുർവൃത്താൻ രാക്ഷസൻ പിശിതാശനൻ. ദുർവൃത്തന്മാരായ പിശിതാശനന്മാരായ രാക്ഷസന്മാർ. ഈ പിശിതാശനൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്ന് പറയും? പിശിതാശനൻ രാക്ഷസൻ എന്ന അർത്ഥം. ആ വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് പറയും? പിശിതാശനൻ. പിശിതം അശ്നാതി ഇതി പിശിതാശന പ്രശോദരാദിത്വൽ സാധു എന്ന് പറയും. അതിൻ്റെ വ്യാകരണം കേട്ടോ, അതൊന്ന് കേട്ട് പേടിക്കണ്ട. പ്രശോദരാദി ഗണത്തിൽ പഠിക്കുക കാരണത്താൽ പിശിതം അശ്നാദി ഇതി പിശാശ് എന്നല്ല, പിശാച്ച് എന്നാണ്. അങ്ങനെയാണ് പിശിതം അശ്നാദി. പിശിതം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ആർക്കൊക്കെ അറിയാലോ. മാംസം, അശ്നാദി കഴിക്കുക, അങ്ങനെ ബാക്കി കൂട്ടിയായിട്ട് പറഞ്ഞോളൂ. അപ്പോൾ ഈ നോക്കൂ പറ്റുള്ളൂ കണ്ടില്ലേ, പച്ചമാംസം തിന്നുന്ന ജാതികൾ വന്ന് രാക്ഷസന്മാർ നമ്മുടെ നേരെ വരുന്നു. അപ്പോൾ എന്താ വെച്ചാൽ ഭഗവാൻ ശ്രീരാമേന്ദ്രസ്വാമി മാനവാസ്ത്രേണ, മാനവാസ്ത്രം എന്ന് പറഞ്ഞൊരു അസ്ത്രം കണ്ട് എടുത്തു. മാനവാസ്ത്ര സമാധൂതാൻ. ആ മാനവാസ്ത്രം എന്ന് പറഞ്ഞൊരു അസ്ത്രത്തിൻ്റെ പേരാണ്. നമ്മൾ വായവ്യം വാരണം. മാനവാസ്ത്രം കണ്ട് അതിൻ്റെ ഈ മാനവാസ്ത്രം കണ്ട് വെച്ചിട്ട് തൊടുത്തപ്പോഴേക്ക് തന്നെ എന്തായത്? അതിൻ്റെ പ്രത്യേകതയുണ്ട്. മാനവാസ്ത്ര സമാധൂതാനല്ല അനിലേനയഥ. അമ്പോ ആ കാറ്റും കൊണ്ട് വന്ന് വീശിയപ്പോൾ ഇതിൻ്റെ ഈ ശക്തമായ കാറ്റ് വന്ന് പുറപ്പെട്ടപ്പോഴേക്ക് ഈ മാനവാസ്ത്രം കൊണ്ട് നേരെ ചിക്ഷേപ അയച്ചു. ആരുടെ നേരെ അയച്ചു? പരമക്രുദ്ധോ മാരീചോരസി. മാരീജൻ്റെ നെഞ്ചത്തേക്ക് മാനവാസ്ത്രമാണ് അയച്ചത്. അത് നെഞ്ചത്ത് കൊണ്ടു. എന്നിട്ട് എന്താണ്ടായി? മാരീജൻ്റെ നേരെ പ്രയോഗിച്ചപ്പോൾ മാരീജൻ അവിടുന്ന് നേരെ പോയിട്ട് മാനവാസ്ത്രം കൊണ്ട് ഒരു 100 യോജന അപ്പുറത്ത് പോയിട്ട് ആര് വീണു? മാരീജൻ വീണു. കടലിൽ പോയി വീണു മാരീജൻ. മാരീജൻ അങ്ങനെ വീണ സമയത്ത് അപ്പോഴേക്ക് മറ്റവനും വന്നു. ആര്? ഈ സുബാഹു. സുബാഹു വന്ന് മാരീജനെ കൊന്നില്ല. മാരീജനെ അസ്ത്രമായിട്ട് പോയി കടലിൽ വീണു, തലചുറ്റി വീണു. വെച്ചാലും കടലിലെ വെള്ളമൊക്കെ തലയിൽ തട്ടി മഴ പെയ്തതിൻ്റെ ശക്തിയിൽ എന്ത് ചെയ്തു? ഉണർന്നു, അമ്പ കൂരിയിട്ട് പിന്നെ നാട് വിട്ട് പോവുക ചെയ്തത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പം ഈ ഇവൻ്റെ നോക്കൂ, സംഗൃഹ്യാസ്ത്രം തതോ രാമോ ദിവ്യം ആഗ്നേയമദ്ഭുതം സുബാഹു. സുബാഹു പറഞ്ഞ ആ രാക്ഷസൻ്റെ നേരെ അമ്പയച്ചു എന്നാ പറയും. അവൻ്റെ നേരെ അമ്പയച്ചത് എന്താ വെച്ചാൽ ഈ അമ്പം കടിച്ചെന്ന അഗ്നേയാസ്ത്രനാരുടെ നേരെ അയച്ചത്? സുബാഹുവിൻ്റെ നേരെ. മറ്റത് മാനവാണ്, അത് അഗ്നേയം ചെന്നുപന്നെ നെഞ്ചത്തങ്ങോട്ട് കൊണ്ടു. ആര് ചത്തുപോയി? സുബാഹു മരിച്ചു. മരീചൻ മരിച്ചില്ല. എന്താ കാരണം? ലേശം കൂടി ഉണ്ട്. എന്ത്? കുറച്ചും കൂടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് കുറച്ചും കൂടി ആവശ്യമുള്ളതുകൊണ്ട് അവിടെ നിർത്തി. മറ്റേത് പിന്നെ ആവശ്യമില്ലേ, തീർന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? അത് കളഞ്ഞു. അങ്ങനെ അത് 2 പേരെയും പറഞ്ഞയച്ചു. അപ്പോൾ ഇവർ 2 പേരെയും പറഞ്ഞയച്ചപ്പോൾ എന്താണ്ടായത്? യജ്ഞമൊക്കെ കഴിഞ്ഞു, 6-ാം ദിവസമല്ലേ കഴിഞ്ഞു, ഗംഭീരമായിട്ട് കഴിഞ്ഞു. വിശ്വാമിത്ര മഹർഷി ഇതൊന്നും അറിഞ്ഞില്ല. എന്താ കാരണം? അദ്ദേഹത്തിന് ഇതിൻ്റെ ആവശ്യം ഉണ്ടായില്ല. ആരുണ്ടായി രക്ഷ? അതാണ്, അദ്ദേഹത്തിന് ഇതിന് ശ്രദ്ധിക്കേണ്ടതായിട്ട് വന്നില്ല. ആര് രക്ഷിച്ചു? ഈ കുമാരന്മാർ ഗംഭീരമായിട്ട് യാഗരക്ഷയൊക്കെ ചെയ്തു. യാഗരക്ഷ കഴിഞ്ഞു. അന്നത്തെ ദിവസം അവിടെ കഴിച്ചു കൂട്ടി. പിറ്റേന്ന് രാവിലെ വിളിച്ചാകുമ്പോൾ അവരെണീറ്റു. കുളിയും ദേവാരൊക്കെ കഴിഞ്ഞു സന്തോഷമായിട്ടതാണ്. പ്രഭാതായാം തു ശർവര്യാം കൃതപൂർവാന്ഹിക ക്രിയവും കണ്ടോ. രാവിലെ എണീറ്റ് വന്ന് കുളിച്ച് സന്ധ്യാവനൊക്കെ കഴിച്ചു വന്നിട്ട് അവർ ഈ ഗുരുനാഥൻ്റെ മുമ്പിൽ വന്ന് നല്ലോണം അങ്ങോട്ട് നമസ്കരിച്ചിട്ട് പറഞ്ഞു, അതായത് എന്താ വെച്ചാൽ ഈ 2 പേരെയും ഞങ്ങൾ നേരിയാക്കിയിട്ടുണ്ട്. ഇമോസ്മ മുനിശാർദൂല കിങ്കരവും സമുപസ്ഥിതവും. അങ്ങയുടെ 2 കിങ്കരന്മാരാണ് ഈ മുമ്പിൽ നിൽക്കണത്. ഞങ്ങൾ ഇനി ആജ്ഞാപയ യഥേഷ്ടം, അങ്ങ് ഇഷ്ടം പോലെ എന്താ വെച്ചാൽ കൽപ്പിച്ചോളൂ, ശാസനം കരവാമ, അങ്ങ് പറയുന്നത് ഞങ്ങൾ ചെയ്യുമെന്നും പറഞ്ഞു. ആര്? ഇപ്പം കുട്ടികൾ കുറച്ചും കൂടിയൊക്കെ ആ പാകതയിൽ പണ്ടോ അവരിതൊക്കെ പറയാറായി. എന്താ ആ താടകയുടെ മുമ്പിൽ നിന്ന് എന്താ പറഞ്ഞത്? വേണോ എന്ന് ശങ്കിച്ച കുട്ടികളാ. അപ്പം എന്തായി? ഇതുപോലെ ഞങ്ങൾക്ക് ഇനി ഇപ്പം അവർക്കൊരു കൈവഴക്കം എന്തിൽ വന്നു? എങ്ങനെയാണ് പ്രജകളെ പരിപാലിക്കേണ്ടത്, എങ്ങനെ ദുഷ്ടസംഹാരം ചെയ്ത് സജ്ജനരക്ഷ ചെയ്യണം എന്നുള്ളതിന് എന്ത് വന്നു തുടങ്ങി? ഒരു കൃതഹസ്തത വന്നു. കൃതഹസ്തത എന്ന് പറഞ്ഞ അർത്ഥം എന്താ ചോദിച്ചാൽ ഒരു കൈവറക്കൽ അങ്ങോട്ട് പോയി.
വളരെ സാവകാശത്തോടെ കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളൊരു സ്ഥിതി വന്നു പെട്ടു എന്നർത്ഥം. അപ്പം അതുകൊണ്ടാണ് കുട്ടികൾ ചോദിച്ചത്, അങ്ങയുടെ കിങ്കരന്മാരാണ് ഞങ്ങൾ 2 പേര്, ഞങ്ങളിനി എന്താ വേണ്ടു വെച്ചാൽ അങ്ങ് പറഞ്ഞോളൂ, ഞങ്ങളത് ചെയ്യാം, അങ്ങ് പറയുന്നത് ഞങ്ങൾ ചെയ്തോളാം എന്നും പറഞ്ഞു. അപ്പം യജ്ഞം കഴിഞ്ഞിരിക്കുന്ന വിശ്വാമിത്രർ പറഞ്ഞു, അതുകൊണ്ടേ എന്താ വെച്ചാൽ നന്നായി യജ്ഞമൊക്കെ കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ കാര്യമായിട്ടൊന്നും ചെയ്യാൻ ഇവിടെ ഒന്നും ചെയ്യാനൊന്നും ഇല്ല. അപ്പം അതുകൊണ്ട് ഞങ്ങളിപ്പോൾ എന്താ വെച്ചാൽ ഇനി പുണ്യങ്ങൾക്ക് വേണച്ചാൽ അങ്ങോട്ട് ഇല്ലത്തേക്ക് മടങ്ങാം, എവിടേക്കാണോ എൻ്റെ കോലത്തേക്ക് പോവാം, എവിടേക്ക് അയോധ്യയിലേക്ക് വേണമെങ്കിൽ മടങ്ങി പോവാം. പിന്നെ എന്താ വെച്ചാൽ ഇനിയിപ്പോൾ മടങ്ങി പോവാ പറഞ്ഞാൽ കുട്ടികളെ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്, ആര് കൊണ്ടുപോയി കൊടുക്കണം? വിശ്വാമിത്രരെ. അപ്പോൾ വിശ്വാമിത്രർ പറയുകയും ചെയ്തു, പിന്നെ ഇപ്പം എന്താ വെച്ചാലേ ഞങ്ങളിനിപ്പോൾ ഇവിടുന്ന് ഇന്നിപ്പോൾ അങ്ങോട്ട് പോവുക, എവിടേക്ക് ആ ഉണ്ണികൾക്ക് വേണമെച്ചാൽ പോന്നോളൂ. എവിടേക്കാണാവോ? അദ്ദേഹം പറയുകയും ചെയ്തു, മൈഥിലസ്യ, എവിടേക്ക്? മൈഥിലസ്യ നരശ്രേഷ്ഠ ജനകസ്യ ഭവിഷ്യതി യജ്ഞ പരമധർമ്മിഷ്ഠ തത്ര യാസ്യാമഹേ വയം. ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണേ. മൈഥിലൻ മിഥിലേലത്തെ രാജാവ് ജനകനുണ്ട്. ആ ജനകൻ്റെ കൊട്ടാരത്തിൽ ഒരു ചാപയജ്ഞം നടക്കുന്നുണ്ട്. ചാപയജ്ഞം എന്ന വില്ലോണ്ടുള്ള പരിപാടിയാണ്. അപ്പം ആ ചാപയജ്ഞം നടക്കുന്ന ദിക്കിലേക്ക് പോവുക, ഞങ്ങൾ ആ യജ്ഞ പരിപാടിയിൽ പങ്കെടുക്കാൻ പോവുകയാണ്. അപ്പം അങ്ങനെ അങ്ങോട്ട് പോവുകൊണ്ട് ഉണ്ണിയോള് വേണച്ചാൽ വന്നോളൂ, സ്കൂളൊക്കെ പൂട്ടിയതല്ലേ, ഇല്ല അവിടെ കൊല്ലത്ത് പോയിട്ട് വല്ല കാര്യമുണ്ടോ? ഏയ് ഉണ്ടാവില്ല, എന്നാ പോന്നോളൂ, എവിടേക്ക് കാണാലോ, ഏത് ബില്ലൊക്കെ ഒന്ന് കാണാലോ. കുട്ടികൾ ചോദിച്ചു, കുഴപ്പമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, അച്ഛൻ പറഞ്ഞയച്ചാൽ അച്ഛനോട് പറഞ്ഞിട്ട് പോകുന്നതാണല്ലോ, അപ്പം അതുകൊണ്ട് എന്തില്ല, കുഴപ്പമൊന്നുമില്ല. ശരി, എന്നാൽ അങ്ങോട്ട് പോവാം, ഇത് ചെയ്യാം. ത്വം ചെയ്വ നരശാസ്ത്ര, ഉണ്ണിയും പോന്നോളൂ, കാണാം. എന്താ വെച്ചാൽ സഹസ്മാഭിഹി, ഞങ്ങൾ പോവുമല്ലേ, അപ്പം എന്തായാലും ഇപ്പം അങ്ങോട്ട് പോകുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ഒന്നിച്ചു കൂടി അങ്ങോട്ട് പോവാം. പോയിട്ട് അവിടെ ചെന്നിട്ട് അദ്ഭുതം, വലിയ ഗെയിമാണത്രേ, അദ്ഭുതം ധനുരത്നം ച തത്ര തദ്ദൃഷ്ടുമർഹസി, അത് കാണാലോ അവിടെ പോയിട്ട്. പരപ്പതായിട്ട് കാണാൻ പോവുക, നമ്മൾ പോകണോ പോക്കൽ അങ്ങോട്ട് പോയാൽ പൂരവും കാണാം, വലിയ അച്ഛമ്മങ്ങളുടെ കുടുംബത്തിൽ താമസിക്കുകയും ചെയ്യാം, അങ്ങനെ രണ്ടും കൂടി ആവുമല്ലോ. അപ്പം അങ്ങനെ ആവട്ടെ, നമുക്ക് ഇങ്ങോട്ട് പോവാം, അങ്ങനെ ആവില്ലേ ചോദിച്ചു. ആയിക്കോട്ടെ, അതിനിപ്പോൾ എന്താ, അങ്ങ് പറയുമ്പോൾ എന്താ അങ്ങ് കൽപ്പിക്കണമെന്ന് വെച്ചാൽ അതല്ലേ ഉള്ളൂ ഞങ്ങൾക്ക്, ശരി എന്നാൽ പോവുക എന്നും പറഞ്ഞു. അങ്ങനെ അവരെന്തേ ചെയ്തു വെച്ചാൽ അവിടെ നിന്ന് അങ്ങോട്ട് പുറപ്പെട്ടു. ഈ മിഥില രാജാവ് അദ്ദേഹത്തിൻ്റെ യജ്ഞത്തിൻ്റെ പണ്ടുണ്ടായ മിഥില രാജാവ് യജ്ഞമൊക്കെ ചെയ്ത് കേമായിട്ട് അദ്ദേഹത്തിന് ദേവന്മാർ കൊടുത്ത വില്ലാണ് ഈ വില്ല്. ഈ വില്ലിൻ്റെ പേരെന്താണെന്നറിയോ? സുനാഭം എന്നാണ്. എന്താ പേര്? സുനാഭം. ഈ സുനാഭം എന്ന പേരായ വില്ല് യാചിതം നരശാർദൂല സുനാഭം സർവദേവതൈഹി, എല്ലാ ദേവന്മാരും കൂടി അനുഗ്രഹിച്ചു കൊടുത്തതാണ് ഈ സുനാഭം എന്ന് പറഞ്ഞ വില്ല്. ആ വില്ലാണ് അപ്പം നമ്മൾ അങ്ങോട്ട് കാണാനായിട്ട് പോണത്. അപ്പോഴേക്ക് ഈ മഹർഷിമാരെല്ലാവരും കൂടി പുറപ്പെട്ടുള്ളൂ. വിശ്വാമിത്ര മഹർഷി അങ്ങനെ പോകണമെന്ന് കേട്ടപ്പോൾ രാമനും ലക്ഷ്മണനാരുടെ കൂടെ ഉണ്ടായി. വിശ്വാമിത്രൻ്റെ കൂടെ ഇടത്തെ കൈയും വലത്തെ കൈയും പിടിച്ച കുട്ടികളുണ്ട്. അപ്പോഴേക്ക് ഇവരൊക്കെ പോകണം കേട്ടപ്പോൾ മഹർഷിമാർ, സിദ്ധന്മാർ, എല്ലാവരും സന്യാസിമാർ, യോഗീശ്വരന്മാർ, മഹാത്മാക്കൾ എല്ലാവരും കൂടി അങ്ങോട്ട് പുറപ്പെട്ടു. വിശ്വാമിത്രൻ്റെ കൂടെ മിഥിലയിലേക്ക് പുറപ്പെട്ടു. ഇവരെല്ലാവരും കൂടി മിഥില രാജധാനിയിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് ചെന്നു. അവരന്ന് കുറേ ദൂരമുണ്ട്, മിഥിലേക്ക് കുറച്ച് ദൂരം പോകാണ്ട് അയോധ്യയിൽ നിന്ന്. ഈ മിഥില എന്ന് പറഞ്ഞാൽ അയോധ്യയിൽ നിന്ന് ഇങ്ങനെ പോകുന്ന, അയോധ്യയിൽ നിന്ന് കുറച്ചും കൂടി വടക്കോട്ട് പോകണം മിഥിലയിലേക്ക് എത്താൻ. എന്നുവെച്ചാൽ നമ്മുടെ ഇന്നത്തെ നേപ്പാളില്ലേ, നേപ്പാള അവിടേക്കായിട്ട് വരും മിഥില, ആ ഭാഗത്തേക്കാണ് വരിക. അന്ന് നേപ്പാളെന്നൊന്നുമില്ലല്ലോ, ഒക്കെ ഭാരതല്ലേ എന്ന്. ചൈന ഒഴിച്ചുള്ളതൊക്കെ എന്താണ്? ചൈനയൊന്നും നമ്മുടെ കൂടെ ഇല്ല, ഇന്നും അല്ല. ചൈനക്കാരെ നമ്മുടെ കൂട്ടത്തിൽ അന്നും കൂട്ടിയിട്ടില്ല. പിന്നെ വേറെ ചിലരുണ്ട്, ഈ പേർഷ്യക്കാർ, റോം, ഈജിപ്റ്റ്, ഇവരൊക്കെയാണ് പാരസികന്മാർ, അത് പാഴ്സികൾ. അതുപോലെ ഈ എന്താണ് ഹൂണന്മാർ, യവനന്മാരാണ് ഈ റോമിലുള്ളവരൊക്കെ, യവനന്മാർ, റോം, ഈജിപ്റ്റ് ഭാഗത്തുള്ളവരൊക്കെ. അപ്പം അന്നൊക്കെ ഓരോ പേര് വേറെ ജാതി പേരാണ്, ഇന്നത്തെ മാതിരിയല്ല. അപ്പം അവരൊക്കെ അങ്ങനെയുള്ളവരുള്ളൊക്കെ പേരൊക്കെ നമുക്ക് ഈ പുസ്തകങ്ങളിലൊക്കെ കേൾക്കാറുണ്ട്. ഈ മഹാഭാരതത്തിലൊക്കെ പറയും, അവരുടെ ആകൃതിയും പ്രകൃതിയും വേഷമൊക്കെ പറയും. ചിലതിൽ തലയൊക്കെ മുട്ടയടിച്ച മുണ്ടൊക്കെ ഇട്ടവരെന്ന് പറയും മഹാഭാരതത്തിൽ. എന്ന് വെച്ചാൽ അന്ന് ആ നാട്ടിൽ ഈ മണൽക്കാറ്റ്, ഈ പൊടി മണൽ വന്ന് പറന്ന് ഇപ്പം നമ്മുടെ ഇങ്ങനെ നടക്കണ മാതിരി മുടിയൊക്കെ നീട്ടി വളർത്തിയിട്ട് ഇങ്ങനെ തലയിൽ മുണ്ടിടാണ്ട് നടന്നാൽ എന്തുണ്ടാവും? മണൽക്കാറ്റ് വീശിയാൽ പിന്നെ ഈ തല നന്നാക്കാനല്ലേ നമുക്ക് നേരം ഉണ്ടാവുള്ളൂ. മണൽ തലയിൽ വീണ എങ്ങനെ ഉണ്ടാവും? മുടിയുടെ ഇടയിലൊക്കെ മണൽ വെട്ടാൽ വൃത്തിയായി കിട്ടാൻ പാടാണേ, ശരിയല്ലേ? അപ്പം അതുകൊണ്ടാണ് അവർ മുടിയൊക്കെ എന്ത് ചെയ്യും, മുടിയൊന്നും തലയിൽ വെക്കില്ല. എന്നിട്ട് അതിൻ്റെ തലയിലൊരു മറ്റേ മുണ്ടും ചുറ്റിയിട്ട് വട്ടക്കണ്ണി ഇട്ടാൽ എന്തുണ്ടാവും? ഒരു സാധനം തലയുടെ രക്ഷയ്ക്കാണേ. അങ്ങനെയൊക്കെ ഉണ്ട്. ഓരോ ദേശത്തിൻ്റെ പ്രത്യേകതയാണ്. പക്ഷേ ഇതെല്ലാ ദേശത്തും വേണമെന്ന് വിചാരിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? നമുക്കൊക്കെ കുറേ നേരം തലയിൽ എന്തെങ്കിലും ഇട്ട് എന്തെങ്കിലും ചൂടും പുകയും ചുട്ടോ സഞ്ചാരമൊക്കെ ആവും ഇല്ലേ?
ആകെ വിയർക്കണമെന്നൊക്കെ ആവില്ലേ തലയൊക്കെ. നമ്മളതുകൊണ്ട് അതൊന്നും പതിവില്ല, കാറ്റും വെളിച്ചമൊക്കെ വന്നോട്ടെ എന്ന് വിചാരിക്കും. ഇപ്പോൾ ഓരോ ദേശ കാലാവസ്ഥയ്ക്കുള്ള വ്യത്യാസം. ഇപ്പോൾ നമ്മൾ ഹിമാലയത്തിലൊക്കെ പോയാൽ അവിടേക്ക് പോകണവരൊക്കെ എങ്ങനെയാണ് പോവുക? ഹിമാലയത്തിലൊക്കെ ഉള്ള അമ്പലങ്ങളിൽ പൂജ കഴിക്കണവരൊക്കെ എങ്ങനെ? നമ്മുടെ നാട്ടിലൊക്കെ തട്ടിയെടുത്ത് ഉത്തരി ഇട്ടിട്ട് ആണ് പൂജ കഴിക്കുക. അവിടെ ആണെങ്കിലോ തട്ടിയെടുക്കലും ഉത്തരിയാറിലൊക്കെ ആണെങ്കിൽ അതിന് കുപ്പായിട്ടിട്ട് അതിൻ്റെ മുകളിൽ എന്തിട്ട് കുറ്റം പറയാൻ വയ്യ. അവിടെയൊക്കെ കുറച്ചു നേരം കുപ്പായിടേണ്ട പൂജ കഴിച്ചാൽ പിന്നെ അയാളുടെ പേരിലുള്ള പൂജ നാട്ടുകാരും കുടുംബക്കാരും ഒക്കെ കൂടി ചത്തുപോവില്ലേ? അപ്പോൾ കാലം ദേശം സമ്പ്രദായങ്ങളൊക്കെ നോക്കിയിട്ടാണ് എല്ലാറ്റിനും പുറപ്പാട്. നമ്മുടെ നാട്ടിൽ പറ്റണ മാതിരി എല്ലാ നാട്ടിലും പറ്റില്ല, എല്ലാ നാട്ടിലും പറ്റണ മാതിരി നമ്മുടെ നാട്ടിൽ പതിവില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ ഈ കുമാരന്മാരെ ഇങ്ങനെ പോണ സമയത്ത് മഹർഷിമാരെല്ലാവരും കൂട്ടം കൂടി എല്ലാവരും കൂടി അങ്ങോട്ട് ചെന്നു. അപ്പോൾ അവർ പോകുമ്പോൾ കുറേ ദൂരം ഉണ്ടല്ലോ പോകാനായിട്ട്, കുറേ വഴി ദീർഘണ്ടേ. അപ്പോൾ ദീർഘവഴി ആയതുകൊണ്ട് ഇവർ പോണ വഴി 100 കണക്കിന് കാളവണ്ടിയിലും കുതിരവണ്ടിയിലൊക്കെ അവർ പോയതെന്ന് പറയും. അന്ന് അങ്ങനെയാണല്ലോ വണ്ടികളൊക്കെ ആയിട്ട്. അങ്ങനെ അവർ പോയിട്ട് ശകടീശതമാത്രം ശകടീശതം ശകടെന്ന് പറഞ്ഞ വണ്ടിയാണ്. ശകടീശതം ശതം 100. അപ്പം എന്താ വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? 100 കണക്കിന് 100 വെച്ചങ്ങനെ എണ്ണിയ 100 അല്ല, 100 കണക്കിന് വെച്ചാൽ അത്രയ്ക്കുണ്ട്. 100 കണക്കിനുള്ള വണ്ടികളൊക്കെ ആയിട്ട് അവരങ്ങനെ ബ്രാഹ്മണോത്തമന്മാരും ഋഷിമാരും യജ്ഞശീലന്മാരും അതുപോലെ സന്യാസിമാർ യോഗീശ്വരന്മാർ മഹർഷികർ സിദ്ധന്മാരെല്ലാവരും ഉണ്ട്. എല്ലാവരും കൂടി ഇങ്ങനെ പോവുകയാണ്. ഇവരിങ്ങനെ പോണ സമയത്ത് മഹർഷിമാരൊക്കെ കൂടെ വണ്ടിയിൽ പോകുമ്പം വിശ്വാമിത്രരെ ഇവരൊക്കെ ഇങ്ങനെ അവൾക്ക് ഈ പക്ഷികളൊക്കെ ഇങ്ങനെ പറന്ന് നല്ല ശകുനങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ട്. ഇവരൊക്കെ ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് പറക്കണു. അപ്പം ദൂരമായിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് പുറപ്പെട്ട എത്രയോ ദൂരം വരെ വരിയായിട്ട് വണ്ടിയും കൂട്ടമൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു പോന്ന് കുറേ കൂടെ ചെന്ന് സൂര്യൻ അസ്തമിക്കാറ് ആയ സമയത്ത് അവർ ശോണാ നദി എന്ന് പറഞ്ഞ പുഴയുടെ കരയിൽ തമ്പടിച്ചു. ശോണ എന്ന് പറഞ്ഞാൽ പുഴയുടെ പേരാണ് ശോണ. നമ്മളിപ്പോൾ ചാലിയാറ് പെരിയാറ് പമ്പയാറ് എന്നൊക്കെ പറയില്ലേ പുഴയുടെ പേര്, അതുപോലെ പുഴയാണ് എന്താ ഈ ശോണാ നദി. ഈ ശോണാ നദിയുടെ തീരത്ത് താമസിച്ചു. സൂര്യൻ അസ്തമിച്ച് വന്ന സമയത്ത് അവരെന്ത് ചെയ്തു? ആ പുഴയിൽ ഇറങ്ങി കുളിച്ചു, സന്ധ്യാവന്തനൊക്കെ കഴിച്ച് നല്ലോണം മനസ്സിരുത്തി വന്നിരുന്നു. അങ്ങനെ എല്ലാവരും വിശ്വാമിത്ര മഹർഷിയുടെ മുമ്പിൽ വട്ടം കൂടിയിട്ട് എല്ലാവരും വന്നിരുന്നിട്ട് അദ്ദേഹത്തെ ഇങ്ങനെയൊക്കെയുള്ള വലിയ വലിയ ആൾക്കാരെയൊക്കെ അപൂർവമായിട്ടല്ലേ കിട്ടുള്ളൂ. അപ്പോൾ ഈ സത്സംഗലാഭത്തിനാണ് എല്ലാവരും അവിടെ വന്നിരിക്കുന്നത്. വിശ്വാമിത്രരെ പോലെയുള്ള മഹാത്മാക്കളുടെ മുമ്പിൽ ഈ വലിയ വലിയ ആൾക്കാരെയൊക്കെ കണ്ട് അവരുടെ മുമ്പിൽ ഇങ്ങനെ ചെന്നിരിക്കുക. എന്താ വെച്ചിട്ടുണ്ടോ? എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലോ, നമ്മളോടൊക്കെ എന്തെങ്കിലും പറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? നല്ല വർത്തമാനം എന്തെങ്കിലും പറഞ്ഞാൽ ഭാഗ്യാവില്ലേ എന്ന് കണക്കാക്കിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്. ആളുകളൊക്കെ വന്നിരുന്നു. മഹർഷിയാണെങ്കിൽ അപ്പോൾ രാമലക്ഷ്മണന്മാരെന്ത് ചെയ്തു? അവരും വന്ന് അടുത്തടുത്ത് വന്നിരുന്നു, മഹർഷിയുടെ അടുത്ത് വന്നിരുന്നു. എല്ലാവരും ഇങ്ങനെ വട്ടം കൂടി ഇരിക്കുന്ന സമയത്ത് മഹർഷി ഇങ്ങനെ ഓരോ വർത്തമാനങ്ങളും ഓരോ നാടിൻ്റെ കഥകളും. അപ്പോൾ രാമൻ ചോദിച്ചു, അത് ഗുരുനാഥ ഭഗവൻ കൊന്നയം ദേശ. ഗുരുനാഥ ഇതേതാ സ്ഥലം? കൊന്നയം ദേശ, ഏതാ ഈ ദേശം? സമൃദ്ധവനശോഭിത, നല്ല സമൃദ്ധിയുള്ള നാടാണല്ലോ. എന്താല്ലേ കാടൊക്കെ നല്ല ഭംഗിയുള്ള കാടാണല്ലോ. ശ്രോതുമിച്ഛാമി ഭദ്രം ദേ വക്കുതുമരിഹസി, അതൊന്ന് പറഞ്ഞു തരൂട്ടോ അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോൾ രാമൻ്റെ വർത്തമാനം കേട്ടപ്പോൾ വിശ്വാമിത്രർ പറഞ്ഞു, കേട്ടോളൂ പറയാം ഞാൻ. എന്താ നിശണ്ടോ ഞാൻ പറയാം. ഇത് എന്താ ചോദിച്ചാൽ ഈ ഒരു വിഷമവും ഇല്ലാതെ പണ്ട് തൻ്റെ വംശകഥ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. ഇദ്ദേഹത്തിൻ്റെ വംശകഥ അതായത് പണ്ട് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ ബ്രഹ്മാവിൻ്റെ മകനായിട്ട് കുശൻ എന്ന് പറഞ്ഞിട്ടൊരു മഹാത്മാവുണ്ടായി. കുശൻ എന്നാ പേര്. ഈ കുശൻ എന്ന് പറഞ്ഞ മഹാത്മാവ് ഇങ്ങനെ ഇരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന് പുത്രന്മാരൊക്കെ കുറേ പേരുണ്ടായി എന്ന് പറയും. ഇദ്ദേഹത്തിൻ്റെ പുത്രന്മാരാണ് കുശാംബൻ, കുശനാഭൻ, ധൂർത്തരജസ്, വസു എന്നൊക്കെ പറഞ്ഞ പുത്രന്മാരൊക്കെ ഉണ്ടായി ഈ കുശന്. ഈ കുശൻ്റെ പുത്രന്മാരുടെ അതിൽ ഓരോരുത്തർ കുശനാഭൻ മഹോദയം എന്ന പേരായിട്ടൊരു പട്ടണം ഉണ്ടാക്കി. അതുപോലെ ഈ ധൂർത്തരജസ്സാണ് ധർമാരണ്യം എന്ന് പറഞ്ഞിട്ടൊരു പട്ടണം ഉണ്ടാക്കി. കുശനാഭനാണെങ്കിൽ ഈ കുശനാഭൻ്റെ മഹോദയം, ധൂർത്തരജസിൻ്റേത് ഈ ധർമാരണ്യം, അങ്ങനെ ഓരോരുത്തർ ഓരോന്ന് സ്ഥാപിച്ചു. ഗിരിവ്രജ എന്ന് പറഞ്ഞ പട്ടണമാണ് വസു എന്ന് പറഞ്ഞിട്ടുള്ള മഹാത്മാ. ഗിരിവ്രജാണ് പിന്നീട് മഗധം എന്ന പേരിൽ പ്രസിദ്ധമായിട്ട് നമ്മുടെ ജരാസന്ധൻ്റെ നാടായിട്ട് മാറിയിട്ട്. ഇങ്ങനെ പല ദേശങ്ങളായിട്ട് ഇവരെ ഈ കുശൻ ഉണ്ടാക്കിയതുകൊണ്ടാണ് കൗശാംബി എന്നൊക്കെ പേര് പിന്നീട് ഉണ്ടായതെന്ന് പറയും. കൗശാംബി എന്നൊക്കെ പണ്ട് കേട്ടിട്ടില്ലേ? അതാണ് ഉണ്ടായത്. അങ്ങനെ അവരിങ്ങനെ ഇരിക്കുന്ന കാലത്ത് കുറേ കാലം കഴിഞ്ഞു. ഈ കുശനാഭൻ എന്ന് പറഞ്ഞ മഹാത്മാവിന് കന്യകമാർ 100 പേര് പെൺകുട്ടികളുണ്ടായി, കുശനാഭൻ്റെ പുത്രന്മാരെ. ആ കുശനാഭൻ്റെ പുത്രന്മാരായിട്ട് അതായത് കുശൻ, ബ്രഹ്മപുത്രനായ കുശൻ്റെ പുത്രന്മാരിൽ 4-5 പേരിൽ ഒരാളാണ് ഈ കുശനാഭൻ. ഈ കുശനാഭൻ ഉണ്ടായത് 100 പുത്രിമാരുടെ ഘൃതാജി എന്ന് പറഞ്ഞ അപ്സരസിൽ 100 കന്യകമാരുണ്ടായി. ഈ കന്യകമാർ നല്ല സമ്പ്രദായത്തിൽ നല്ല മട്ടുമാതിരിയൊക്കെ ആയിട്ട്
നടക്കണ കാലത്ത് ഒരു ദിവസം പെൺകുട്ടികൾ 100 പേര് ഇങ്ങനെ ഉദ്യാനത്തിൽ കൂടി ഇങ്ങനെ സഞ്ചരിച്ച് നടന്നു പോകുന്ന സമയത്ത് പെൺകുട്ടികളുടെ ഈ സൗന്ദര്യം ഭംഗിയും പ്രഭാവവും ഒക്കെ കണ്ടിട്ട് ഇവരിങ്ങനെ 100 ആളും കൂടി ഇറങ്ങി നടക്കണതൊക്കെ കണ്ടപ്പോൾ വായുവിന് എന്ത് ചെയ്തു, ഈ പെൺകുട്ടികളോടൊരു ഒരു 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 മോഹം. എന്നിട്ട് ഈ വായു എന്ത് ചെയ്തിട്ട് ഈ കുട്ടികളുടെ അടുത്ത് വന്നിട്ട് പറയുകയും ചെയ്തു, ഞാൻ നിങ്ങളെ 100 ആളെയും പ്രേമിക്കുകയാണ് എന്ന് പറഞ്ഞു. ആര്? വായു. എന്നെ കല്യാണം കഴിക്കണം നിങ്ങൾ പറഞ്ഞു. അപ്പോൾ ഈ പെൺകുട്ടികൾ പറഞ്ഞു, അങ്ങനെ ഞങ്ങളുടെ പെൺകുട്ടികളുടെ മുഖത്ത് നോക്കി പറയാൻ പാടില്ലായിരുന്നു വായു നീയേ. എന്താ കാരണം? ഞങ്ങളുടെ അടുത്ത് വന്നിട്ടല്ല ഇത് പറയേണ്ടത്. അങ്ങനെ നീ മോഹൻ വെച്ചാൽ പോയി പറയേണ്ടത് ഞങ്ങളുടെ അച്ഛനോടാ പറയേണ്ടത്. എന്താ വെച്ചാൽ ഞങ്ങളാണോ ഞങ്ങളുടെ കല്യാണം തീരുമാനിക്കുക? അച്ഛനല്ലേ അത് തീരുമാനിക്കേണ്ടത്. അത് ഞാനൊരു കാര്യം പറയാം നിങ്ങളോട്. കൂട്ടത്തിൽ പെൺകുട്ടി പറഞ്ഞു, എല്ലാവരുടെയും കൂടി അഭിപ്രായമായിട്ട്, ഞങ്ങളുടെ അച്ഛൻ ആർക്കാണോ കൊടുക്കുന്നത് അദ്ദേഹമാണ് ഞങ്ങളുടെ ഭർത്താവ്. അല്ലാതെ ഇടവഴിയിലും ബസ് സ്റ്റാൻഡിലൊക്കെ വന്ന് ഓരോരുത്തർ ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ അതിനൊന്നും പോണോ കൂട്ടമൊന്നുമല്ല, അതിന് ഞങ്ങളെ കിട്ടില്ല. ആര് പറഞ്ഞു? എന്താ അന്തസ്സില്ലേ പെൺകുട്ടികളൊക്കെ? നമ്മുടെ നാട്ടിലെ ചില ഓട്ടോറിക്ഷ ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമ്പ്രദായമല്ലല്ലോ. എന്താ അന്തസ്സായിട്ട് ആ കുട്ടികൾ തുറന്ന് കാര്യം അങ്ങോട്ട് അല്ല, അതാ പറഞ്ഞൊരു എന്തിനൊരു നേരെ നമ്മൾ പറയാനുള്ളത് ആരോടാണെങ്കിലും നേർക്ക് നേരെയുള്ളത് നല്ല വൃത്തിയിൽ. അല്ലാതെ ഇപ്പോൾ ഈ പെൺകുട്ടികൾ ഈ വായുവിനോട് ചിരിച്ച് ഇങ്ങനെയും കാണിച്ചിട്ട് മൊബൈൽ ഫോണിൻ്റെ നമ്പറും കൊടുത്ത് പോകുന്നത് എങ്ങനെ ഉണ്ടാവും? അത് വൃത്തിയുള്ള പണിയാണോ? അത് അന്തസ്സുള്ള പണിയല്ലല്ലോ. അപ്പോൾ അവർ തുറന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് അങ്ങോട്ട് പ്രത്യേകിച്ച് വിരോധവും ഇല്ല സ്നേഹവും ഇല്ല ഒന്നുമില്ല, വഴിയിൽ നിന്ന് കണ്ടവരല്ലേ നമ്മൾ. അതുകൊണ്ട് പ്രത്യേകിച്ച് എന്തിനു വിരോധിക്കണോ, എന്തിനു സ്നേഹിക്കണോ, അങ്ങനെ പരിചയം അത്രയേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് അങ്ങനെ ഞങ്ങളോട് നേരിട്ട് വന്ന് ഈ 2ാം തരം പറഞ്ഞത് നന്നായില്ല. അച്ഛനോട് പറയാറുന്നു, അപ്പം അച്ഛൻ തീരുമാനിക്കട്ടെ, അതല്ലേ വേണ്ടത്, അത് ചെയ്യുക നല്ലത്, ഇതെങ്കിലും ചെയ്താൽ ശരി. അപ്പോൾ വായുവിന് ഇഷ്ടമായില്ല. പെൺകുട്ടികൾ അഹമ്മദിക്കാരിയോള് എന്താണ് ഇല്ലെങ്കിലും കാര്യം പറയണവരെന്നും ധിക്കാരികളല്ലേ. നമ്മുടെ നാട്ടിലെ കൊഞ്ചിയും കുഴഞ്ഞും ഇങ്ങനെ വളഞ്ഞും കുത്തി നിൽക്കണവർ നല്ല വിനയ. അല്ല തോന്നിയാസം കാണിക്കുക പോടാ അവിടുന്ന് എന്ന് പറയണവന് അഹന്തയാണ്. അതിന് എന്തിന് എന്നല്ലേ പറയുക? കണ്ട വേണ്ടാത്തതിനൊക്കെ കൂട്ടി നിൽക്കണവരെ അഹന്തയെന്നല്ലേ പറയുക? അങ്ങനെയൊന്നും ആരെന്താ പറഞ്ഞോട്ടെ, നമുക്ക് തൻ്റെ ഏട്ടൻ എന്തുണ്ടാവണം, ആണായാലും പെണ്ണായാലും ഉണ്ടാവണം. അല്ലാതെ ഈ മറ്റുള്ളവരുടെ മട്ടിന് ഗോതമ്പ് മാവ് പോലെ കുഴഞ്ഞങ്ങനെ നിൽക്കണം മട്ടാവരുത്. നമുക്ക് നമ്മുടെ ഒരു പ്രാപ്തി അഹമ്മതി കാണിക്കണം, ധിക്കാരം കാണിക്കണം, അഹന്ത കാണിക്കണം, അങ്ങനെയല്ല പറഞ്ഞത്. നമ്മൾക്കൊരു ഉറപ്പുണ്ടാവണം. അല്ലാതെ അപ്പാപ്പം അങ്ങനെ കാണുമ്പോൾ അതാത് കാണുമ്പോൾ അങ്ങോട്ട് വഴങ്ങണേ വളയണേ മട്ടാവരുത്. ഒരു അഭിപ്രായം എപ്പോഴും ഉണ്ടാവണം. അത് ചിലപ്പോൾ തെറ്റാം, ചിലപ്പോൾ ശരിയാവാം. തെറ്റിയെന്ന് കണ്ടാൽ തിരുത്തിയാൽ മതി. എന്നാലും എന്തുണ്ടാവണം? ഒരു നിലപാടും ഒരഭിപ്രായം ഉണ്ടാവണം. കൂടുതൽ വിവരവും കൂടുതൽ അറിവും കൂടുതൽ ബോധ്യം ഉണ്ടാവുമ്പം നിലപാട് എന്ത് ചെയ്യാം, ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താൻ കുഴപ്പമൊന്നുമില്ല. എന്നാലും എന്തുണ്ടാവണം? നമ്മുടെ നാട്ടിലിപ്പോൾ പൊതുവേ അതൊന്നും ഇല്ല. അങ്ങനെ വെച്ചാൽ കാണാനില്ല ധാരാളം. എന്താ ചോദിച്ചാൽ ഇങ്ങനെ വടി വെള്ളത്തിൽ മുറിച്ചിട്ട മാതിരി പോവുക എന്നല്ലാതെ ഒഴുകണ വെള്ളത്തിലൊരു വടി കഷ്ണം മുറിച്ചിട്ട് അങ്ങനെ ഉണ്ടാവും? ഒന്ന് പോയി നോക്കണം എന്നല്ലേ ഇങ്ങനെ ഉണ്ടാവുമെന്ന്. ഒരു വിറകിൻ്റെ കൊള്ളി വടി കഷ്ണം മുറിച്ചിട്ടോ അല്ലെ ശീമൊക്കെ നേരെ വടി മുറിച്ച് കൊടുക്കണ വെള്ളത്തിലിട്ട് അത് ഇങ്ങനെ പോവും. കുറച്ച് ഇങ്ങനെ വട്ടത്തിൽ പോവും, കുറച്ച് ഇങ്ങനെ അരിക്കക്കൂടി പോവും, കുറച്ച് നരിക്കക്കൂടി പോവും, കുറച്ച് വിലങ്ങനെ അവിടെ തടഞ്ഞു നിൽക്കും. പിന്നെ എങ്ങനെ കണ്ടിട്ടില്ലേ? ഒരു വ്യവസ്ഥയും ആ വടിക്കഷ്ണത്തിന് വല്ല കഥയുണ്ടോ? എന്താ അർത്ഥം? ഒഴുകണമെന്ന് വെച്ചാൽ ഒഴുകില്ല. ശരി, സ്വന്തമായിട്ടൊന്നും ആർക്കില്ല, ആ വടിക്കഷ്ണത്തിനില്ല. ഒഴുകണ വെള്ളത്തിൻ്റെ ഒഴുകാത്ത വെള്ളത്തിൻ്റെ കഥയാണ് ആരുടെ കഥ? അങ്ങനെ ആവരുത്. നമുക്കെപ്പോഴും എന്തുണ്ടാവണം? ഒരു പ്രാപ്തി പുരുഷനായാലും സ്ത്രീ ആയാലും ഉണ്ടാവണം എന്നാണ് പറഞ്ഞത്. ഈ കുട്ടികൾ പക്ഷേ നല്ല അന്തസ്സായിട്ട് നല്ല തൻ്റെ ഇടത്തിൽ ഈ കാര്യം ആരോട് പറഞ്ഞു? വായുദേവനോട് പറഞ്ഞ്. ഈ വായു എന്ത് ചെയ്തു വെച്ചാൽ ഈ തന്നെ പരിഹസിച്ചു എന്നാണ് ആർക്ക് തോന്നിയത്? വായുവിന്. അപ്പോൾ വായു നിങ്ങൾ കളിക്കണത് ആരോടാ നോക്കണം, എനിക്ക് നല്ല പ്രാപ്തിയൊക്കെ ഉള്ള ആളാണ്, നല്ല ഗുണ്ട എന്താ ധാരാളം ആൾക്കാരൊക്കെ ഉണ്ട് എൻ്റെ എൻ്റെ അടുത്ത് മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ ധിക്കാരം പറയുന്നതൊന്നും വലിയ നല്ല കേമാവും തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഈ കുട്ടികളെ എന്തേ ചെയ്തു എന്ന് വെച്ചിട്ടോ, ഈ കുട്ടികളെ ഇവരെ 100 പേര് വായു, നമ്മുടെ ശരീരത്തിലൊക്കെ വായു സഞ്ചരിക്കൊണ്ടാണല്ലോ നമ്മൾ എന്തായിട്ടിരിക്കണത്? പ്രാണൻ വായു ഉണ്ടാവുകൊണ്ടാണ് നമ്മളൊക്കെ നേരെ നടക്കണത്. പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ എന്നും പറഞ്ഞ് 5 ജാതിയിൽ വായു നമ്മുടെ ശരീരത്തിലുണ്ട്. അപ്പം ആ വായു അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ എന്തുണ്ടാവും? നമുക്ക് അങ്ങോട്ടൊക്കെ സ്ഥാനം തെറ്റിയ ഇപ്പം നമ്മൾ കഴിക്കണത് കീഴ്പ്പെട്ട് പോണതും ദഹിക്കണത് രക്തത്തിൽ കലരുന്നതും അത് സർഗത്തിൽ ദിക്കിൽ എത്തണതും മാലിന്യങ്ങളെ പുറത്തേക്ക് കളയുന്നതും ശ്വാസം കഴിക്കണതും പുറത്തേക്ക് വിടുന്നതൊക്കെ എന്തുകൊണ്ടാണ്? പ്രാണൻ്റെ ശക്തിയാണ്. പ്രാണൻ എന്ന് പറഞ്ഞാൽ വായുവാണ്. വായു എന്ന് പറഞ്ഞാൽ പ്രാണനാണ്. രണ്ടും ഒന്നാണ്. നമ്മൾ എന്നാലും പ്രാണവായു എന്നും പറയും. അത് കാറ്റിനെയാണ് പറയുന്നത്.
പ്രാണനും വായു ഒന്നാണ്, ഇത് രണ്ടും വേറെ വേറെ ഇല്ല. അങ്ങനെ ഇരിക്കെ ഈ പ്രാണൻ അതായത് ഈ വായു കോപിച്ചിട്ട് ഇവരുടെ ഉള്ളിൽ അങ്ങോട്ട് എന്ത് ചെയ്തു? വൈകല്യം വരുത്തി. വൈകല്യം വരുത്തി എന്ന് പറഞ്ഞ അർത്ഥം ഈ പെൺകുട്ടികളുടെ ഉള്ളിലെ വായു കോപിച്ചപ്പം കുട്ടികളൊക്കെ വികൃത സ്വരൂപിണികളായിട്ട് തീർന്നു. കയ്യുങ്ങടായി, കാലിങ്ങനെ വാദത്തിൻ്റെ അസ്യത ഉണ്ടായി. എന്തിൻ്റെ? ഈ വാദം ചെന്താ? വായു തന്നെയാണ്. വാദം വന്ന് നമ്മളിങ്ങനെ അങ്ങനെയൊക്കെ പറയില്ലേ? അതൊന്നും പറയാൻ ഇപ്പം അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇപ്പം നമ്മളൊരു ചെപ്പോടൊക്കെ നല്ല അടച്ച പൂട്ടിയിട്ട് നല്ല വായു നിറഞ്ഞിരിക്കുന്ന ചെപ്പോടം അങ്ങനെ മുറുക്കി അടച്ചു എന്ന് കൂട്ടിക്കോളൂ. എന്നിട്ട് അതിലൊരു ഓട്ട ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലിരിക്കുന്ന വായുവിനെ മുഴുവനും പുറത്തേക്ക് അങ്ങോട്ട് കളഞ്ഞു. എന്തുണ്ടാവും ചെപ്പോടം? ചെപ്പോടം പോട്ടെ, ചെപ്പോടക്കാർ നമ്മൾ ഈ അങ്ങാടിയിൽ നിന്നൊക്കെ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വല്ല ചെറുപയറിൻ്റെ കടലയുടെയൊക്കെ ഓറയിലൊക്കെ കെട്ടിയത് വാങ്ങിക്കൊണ്ടിരില്ലേ? അതെങ്ങനെയുണ്ടാവുക? എങ്ങനെയുണ്ടാവണേ? വീർത്തിട്ടല്ല ഉണ്ടാവുക. നല്ല ഒന്നാം തരം സൂപ്പർ മാർക്കറ്റിൽ പോകണം, അതാണ് ചോദിക്കണത്. അല്ല നാടൻ സൂപ്പർ മാർക്കറ്റിൽ വീർത്തുകൊണ്ടിരിക്കും. അതിൻ്റെ ഉള്ളിലത്തെ വായു മുഴുവൻ എടുത്ത് ആ ചെറുപയർ ഈ ഓറയും കൂടി ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് പശയിട്ട് ഒട്ടിച്ച മാതിരി ഇരിക്കില്ലേ? എന്താ അങ്ങനെ ഇരിക്കാൻ കാരണം? ഈ പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ ഈ വസ്തു നിറച്ചതിന് ശേഷം അവരതിൻ്റെ ഉള്ളിലത്തെ വായുവിനെ കളഞ്ഞു. അപ്പോൾ എന്തുണ്ടായി? വായു ഇല്ലാതെ ആണതിനെ. അപ്പോൾ അതുകൊണ്ട് ഈ കടലാസിൻ്റെ ഓറയുടെ കവറിൻ്റെ ഭാഗം എന്തിനോട് ഒട്ടിക്കിടക്കും? ഒട്ടി ഇങ്ങനെ കല്ല് പോലെ കിടക്കും. പിന്നെ നമ്മൾ എപ്പോഴാണ് ഈ വസ്തുവിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുക? എങ്ങനെയാണ്? ഈ പ്ലാസ്റ്റിക്കിൻ്റെ കവർ നമ്മൾ കത്രിക കൊണ്ട് വക്കിന് വെട്ടിയാൽ വായു ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ അത് വീണ്ടും ശരിയാവും. എന്നാൽ നമ്മളതല്ലാതെ സാധാരണ ഒരു കടയിൽ നിന്ന് ഇതുപോലെ ഒരു കവറിലിരിക്കുന്ന ചെറുപയറോ പരിപ്പോ വാങ്ങിക്കൊണ്ടുവന്നാൽ എങ്ങനെ ഉണ്ടാവും? അതിങ്ങനെ വീർത്ത്. എന്താ കാരണം? അതിൻ്റെ ഉള്ളിൽ പരിപ്പുണ്ട്, അതിലിരട്ടി വായു ഉണ്ട്. അപ്പോൾ ഈ വായു കോപിച്ച് പുറത്തേക്ക് പോയപ്പം ഈ കുട്ടികൾ എന്തായി? നമ്മുടെ ചെറുപയറിൻ്റെ കവറിലെ വായു പുറത്തേക്ക് എടുത്താൽ മാതിരി ചുരുണ്ട് മടങ്ങിപ്പോയി എന്നർത്ഥം. സൗന്ദര്യമൊക്കെ പോയി. വികൃത സ്വരൂപിണികളായിട്ട്. പറഞ്ഞതൊക്കെ മനസ്സിലാവണ്ടോ? വായു കോപിച്ചപ്പം വായുവിൻ്റെ കോപം കാരണം ഇവർ വികൃത സ്വരൂപിണികളായി. ഈ കുട്ടികൾ ഇപ്പോൾ 100 പേര് പെൺകുട്ടികൾ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു. അപ്പം അച്ഛൻ ചോദിച്ചു, അല്ല മക്കളെ, നിങ്ങൾ ഇവിടുന്ന് പൂന്തോട്ടത്തേക്ക് പോകുമ്പോൾ നല്ല സുന്ദരികളായിട്ട് പോയവർ ഇങ്ങനെ വൈകല്യം വന്നവരായിട്ട് തീർന്നത് ചോദിച്ചു. അപ്പോൾ ഈ പെൺകുട്ടികൾ പറഞ്ഞു, അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഞങ്ങളിങ്ങനെ പൂന്തോട്ടത്തിൽ കൂടി പോകുമ്പം വായുദേവൻ വന്നിട്ട് ഇങ്ങനെ ഇംഗ്ലീഷിൽ മറ്റേത് പറഞ്ഞു എന്ന് ഞങ്ങളത് കണക്കിലെടുത്തില്ല എന്നും പറഞ്ഞു. ഇത് വായുദേവൻ വന്നിട്ട് ആചാര്യല്ലേ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളോട് പ്രേമം പറഞ്ഞപ്പോൾ ഞങ്ങൾ സമ്മതിച്ചില്ല. ഞങ്ങൾ പറഞ്ഞു, അച്ഛൻ ആർക്കാണോ ഞങ്ങളെ കൊടുക്കണത് അദ്ദേഹമാണ് ഞങ്ങളുടെ ഭർത്താവ്. അല്ലാതെ ഇടവഴിയിൽ വന്നിട്ടൊന്നും ഈ ജാതി ഇംഗ്ലീഷിൽ പറഞ്ഞതുകൊണ്ടൊന്നും ഞങ്ങൾ അങ്ങോട്ട് പുറപ്പെടുകയൊന്നുമില്ല എന്നും പറഞ്ഞു. അത് പറഞ്ഞതിനാണ് ഞങ്ങളെ ഈ വിധം വികൃത സ്വരൂപിണികളാക്കി തീർത്തത് അച്ഛാ എന്നും പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്തത്? ഞങ്ങളൊന്നും ചെയ്തില്ല, ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു, അച്ഛൻ്റെ അടുത്തേക്ക് പോരുക ഉണ്ടായത്. അദ്ദേഹത്തെ ഞങ്ങൾ തിരിച്ചൊന്നും ചെയ്തില്ല, ശപിച്ചു, ഞങ്ങളതൊന്നും ചെയ്തില്ല, അദ്ദേഹം ഞങ്ങളെങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അച്ഛൻ ഈ പെൺകുട്ടികളെ അടുത്തേക്ക് വിളിച്ചിട്ട് ഈ കുശനാഭൻ എന്ന് പറഞ്ഞ അച്ഛൻ മക്കളോട് പറഞ്ഞു, മക്കളെ നല്ല മക്കളാണ് നിങ്ങളെന്നും പറഞ്ഞു. എന്താ കാരണം എന്നറിയൂ? ഇങ്ങനെയാ വേണ്ടത് പെൺകുട്ടികളെ. എന്തൊരു കഥ! ക്ഷാന്തം ക്ഷമവതാം പുത്രിയ കർത്തവ്യം സുമഹൽ കൃതം ഐകമത്യമുപാഗമ്യ കുലം ജാവേക്ഷിതം മമ. നിങ്ങളെന്തേപ്പോൾ ചെയ്തത്? ക്ഷാന്തം നിങ്ങൾ ക്ഷമിച്ചില്ലേ? ഈ ക്ഷമിക്കാനൊന്നും എല്ലാവർക്കും പറ്റില്ല. ക്ഷമ എന്ന് പറഞ്ഞതേ എളുപ്പമല്ല. ക്ഷമിക്കൽ എളുപ്പമുള്ള പണിയല്ല ഈ ക്ഷമിക്കലേ. കാരണം എന്താണെന്നറിയോ? അലങ്കാരോ ഹി നാരീണാം ക്ഷമാനോ പുരുഷസ്യവ. പുരുഷനായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ അവർക്കൊരു അലങ്കാരമാണ് എന്ത്? ക്ഷമ. വല്ലാത്ത ജാതിയത്. ക്ഷമിക്കാനൊന്നും എല്ലാവർക്കും പറ്റുമൊന്നുമില്ല. ദുഷ്കരം തച്ച എളുപ്പമല്ല കുട്ടികളെന്ന്. എന്താണ് ദുഷ്കരം എന്ന് പറഞ്ഞാൽ? ഒട്ടും എളുപ്പമല്ല കേട്ടോ. ക്ഷാന്തം ത്രിദശേഷു വിശേഷത. ഈ ദേവന്മാരൊക്കെ ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ അവരോടൊക്കെ ക്ഷമിക്കുക എന്ന് പറയുന്നൊന്നും എളുപ്പമല്ല മക്കളെ. എന്നിട്ട് നിങ്ങൾ ക്ഷമിച്ചില്ലേ? വലിയ കാര്യം തന്നെ കേട്ടോ. അച്ഛന് സന്തോഷമായി. എന്താ കാരണം എന്നറിയോ? യാദൃശീവക്ഷമാ പുത്രിയ സർവാസാം അവിശേഷത. എന്നാലോ ഒരാൾക്കല്ല എല്ലാവർക്കും ഒരുപോലെ എന്തുണ്ടായി? ക്ഷമയുണ്ട്. നിങ്ങൾ ഒരാൾ അല്ലെങ്കിൽ 2 ആളല്ല കാണിച്ചത്, 100 ആൾ ഒരുപോലെ എന്ത് കാണിച്ചു? ക്ഷമ കാണിച്ചു. അച്ഛന് സന്തോഷമായിട്ടു. അച്ഛൻ്റെ മക്കൾ തന്നെയാണ് നിങ്ങൾ. എന്താ കാരണം? അച്ഛൻ്റെ അതേ നന്മയല്ലേ നിങ്ങൾ കാണിച്ചത്. അതുകൊണ്ട് ക്ഷമാ ദാനം ക്ഷമാ യജ്ഞ ക്ഷമാ സത്യം ഹി പുത്രികാഹ. ഈ ക്ഷമ എന്ന് പറയണതേ എന്താണെന്നറിയോ? ദാനാണ്.
ഏറ്റവും വലിയ ദാനാണ് ക്ഷമ. ഏറ്റവും വലിയ യജ്ഞാണ് ക്ഷമ. ഏറ്റവും വലിയ സത്യമാണ് ക്ഷമ. പക്ഷേ ക്ഷമ എന്തിനൊക്കെ സമമാണ്? ദാനത്തിനും യജ്ഞത്തിനും സത്യത്തിനും സമാണല്ലോ കുട്ടികളെ ക്ഷമ. അതുകൊണ്ട് ക്ഷമായശ, ക്ഷമയാണ് വലിയ കീർത്തി. ക്ഷമാ ധർമ്മ, ക്ഷമയാണ് ഏറ്റവും വലിയ ധർമ്മം. ക്ഷമായാം ഹി സ്ഥിതം ജഗത്. ക്ഷമ